ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഷീർ ബഷി എല്ലാവർക്കും അറിയുന്നതാണ് ബഷീർ ബഷിനെ. അപ്പോൾ ഇപ്പോൾ ഈ ബഷീർ ബഷിയെ കുറിച്ച് വീഡിയോ ചെയ്യാൻ എന്താ കാരണം വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ ബഷീർ ബഷിയുടെ ആദ്യത്തെ ഭാര്യ സുഹാനയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ബഷീർ ബഷിയുടെ രണ്ടാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യ മഷൂറയും ചേർന്നിട്ട് എവിടേക്കോ ബാങ്കോക്കോ എവിടേക്കോ ഒരു ടൂർ പോയി. അപ്പോൾ അതിനെക്കുറിച്ച് സുഹാന ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ ബഷീറൊക്കെ ടൂർ പോയി സർപ്രൈസ് ആയി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ സുഹാനയുടെ ഒരു അവസ്ഥയെ കുറിച്ചുള്ള ഒരു കമന്റ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അതിന് മുൻപ് തന്നെ ഇതുപോലത്തെ ചില ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ 2 ഭാര്യയും 1 ഭർത്താവുമായിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ്. അപ്പൊ അവരെ കുറിച്ച് മൊത്തത്തിലൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ സുഹാനയുടെ വീഡിയോ ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ബഷീറിനെ നമ്മൾ ആദ്യം കാണുന്നത് ബിഗ് ബോസിലായിരിക്കും. ഞാൻ ആദ്യം കാണുന്നത് ബിഗ് ബോസിലാണ്. ബിഗ് ബോസിൽ ബഷീറിന്റെ എൻട്രി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ആദ്യം എൻട്രി ചെയ്യല്ലോ. അപ്പൊ അത് ചെയ്തപ്പോൾ അവരുടെ പ്രൊഫൈൽ പോലെ ചെയ്തപ്പോൾ അതിൽ ബഷീർ 2 ഭാര്യയും തോളത്ത് കൈയിട്ട് ഇങ്ങനെ ഒരു ഇടവഴി കൂടെ നടന്നു വരുന്ന ഒരു വിഷ്വലാണ് ഞാൻ ബഷീർ ബഷിയുടെ ആയിട്ട് ആദ്യമായിട്ട് അവരുടെ ഫാമിലിയെ കുറിച്ച് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. 2 ഭാര്യമാരെയും പൊതുവെ 2 ഭാര്യമാരും ഒരു സാധാരണ സംഭവമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് ആളുകൾ 2, 3 ഭാര്യയുള്ള ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു പരിപാടിയിൽ, ബിഗ് ബോസ് പോലെയൊരു പരിപാടിയിൽ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും അത്ഭുതപ്പെട്ടു. കണ്ടവരൊക്കെ അത് കണ്ടിട്ട് അയ്യോ താടിക്ക് കൈയും കൊടുത്തിരുന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബഷീർ അങ്ങനെ ബിഗ് ബോസിൽ വന്നു. ബഷീർ ഭയങ്കര ഫേമസ് ആയി. 2 ഭാര്യമാരുണ്ട് എന്നുള്ളതിൽ ഭയങ്കര ഫേമസ് ആയി. ബഷീർ തിരിച്ചുപോയി. ഏതെങ്കിലും വിധത്തിൽ പ്രശസ്തരായ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പോലെ ബഷീർ പോയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ക്ലിക്കായി. കാരണം 2 ഭാര്യമാരാണ്. നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണാത്തൊരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫേമസ് ആയി. അപ്പൊ ആദ്യം ഈ ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ ഇവർ 2 ഭാര്യമാർ 2 വീട്ടിലാണ് താമസിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം രാവിലെ ആവുമ്പോൾ ബഷീർ ഒരു സ്കൂട്ടറിൽ മഷൂറേനെ ഇരുത്തിയിട്ട് സുഹാനയുടെ വീട്ടിൽ വരുന്നതായിട്ടുള്ള ഒരു വിഷ്വലിന്റെ ഓർമ്മയെ കിടക്കുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഇവര് 3 ചാനലായി. 2 ഭാര്യമാർക്കും ഓരോ ചാനല്, ബഷീറിന് ഒരു ചാനല്. അത് കഴിഞ്ഞിട്ട് മോൾക്കും കൂടി ഒരു ചാനൽ തുടങ്ങണ്ടായി. അപ്പോൾ ബഷീറിന്റെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ വിവാഹം സുഹാനേനെയാണ് വിവാഹം കഴിച്ചത്. സുഹാനയുടെ പേര് വേറെ എന്തോ ഒരു ക്രിസ്ത്യൻ നെയിമായിരുന്നു, എന്തോ ഒരു ജോസ്ലിൻ സോണി അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അവരുടെ ചെറിയ പ്രായത്തിൽ, ഇവർ 2 പേരും ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചു. സ്വാഭാവികമായിട്ടും സുഹാന മതം മാറി ഒരു മുസ്ലിം പെൺകുട്ടിയായി മാറി, ബഷീറിന്റെ ഭാര്യയായി മാറി. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവർക്ക് ആദ്യം ഒരു പെൺകുട്ടി ഉണ്ടായി, പിന്നീട് ഒരു ആൺകുട്ടി ഉണ്ടായി. ആൺകുട്ടി ഉണ്ടായ സമയത്ത്, ആൺകുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും പ്രസവിച്ച് കിടക്കുന്ന സമയത്തും ബഷീർ സോഷ്യൽ മീഡിയയിലൂടെയാണെന്ന് തോന്നുന്നു പരിചയപ്പെട്ട ഒരു പെൺകുട്ടി. അതാണ് മഷൂറയായിട്ട് അടുപ്പത്തിലായി. ഈ കഥയുടെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബഷീറിന് വേറെ ഒരു പെൺകുട്ടിയായിട്ട്, നമ്മൾക്കൊക്കെ അറിയുന്ന ശ്രേയ അയ്യർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ബഷീറിന് അടുപ്പുണ്ടായിരുന്നു. അവർ ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞിട്ട് അവർ പല TV ഷോസിലൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയായിട്ട് ഒരുപാട് അടുപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ഇതേപോലെ തന്നെ 2 ഭാര്യയും 1 ഭർത്താവുമായിട്ട് ജീവിക്കുകയായിരുന്നു. അത് എന്തോ കാരണം കൊണ്ട് തെറ്റിപ്പിരിഞ്ഞു എന്ന് ഇരിക്കുന്ന സമയത്താണ് ഈ മഷൂറയായിട്ട് അടുപ്പുണ്ടാവുന്നത്. അങ്ങനെ മഷൂറയായിട്ട് അടുപ്പായി. സുഹാനയുടെ അനുഗ്രഹ ആശിസ്സുകളോടെ ഈ ബഷീർ മഷൂറയെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഇവർക്ക് വളരെ സമ്മതമായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് ബഷീർ ആ ബിഗ് ബോസ് ഷോയിലും പിന്നീട് വന്ന ഇന്റർവ്യൂകളിലും ഒക്കെ പറയുന്നത്. ചെറിയ എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഓക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിലൊരു മതത്തിന്റെ ഒരു മിഠായി കടലാസ് പൊതിഞ്ഞ് കാണിക്കേണ്ട ഒരു ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബഷീറിന് ഇങ്ങനത്തെ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് ബഷീർ വേറൊരാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു എന്നേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും സുഹാന അത് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ബഷീർ പറയുന്നത് ഇവളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അംഗീകരിച്ച് സമ്മതിച്ചു എന്നുള്ള പോലെയാണ്. യഥാർത്ഥത്തിൽ വേറെ ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് അന്ന് അവർക്ക് യൂട്യൂബ് വരുമാനം, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാം, അങ്ങനത്തെ ആശയങ്ങളൊന്നും ഇല്ല. അപ്പൊ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? വീട്ടിൽ നിന്നൊക്കെ വിട്ടിട്ടായിരിക്കും ബഷീറിന്റെ കൂടെ പോകുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോയാലുള്ള അവസ്ഥ അവിടെ അത്ര സാമ്പത്തികമായിട്ട് നല്ല ബെറ്റർ ഒന്നും അല്ല. അപ്പൊ അതൊക്കെ ഓർത്തിട്ടായിരിക്കണം. ഇപ്പൊ എതിർത്ത് കഴിഞ്ഞാൽ ബഷീർ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഭാര്യയായിട്ട് നിന്നാൽ ചെലവിനെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാവണം സുഹാന എന്തായാലും ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടായി. അങ്ങനെ ഇവർ 3 പേരും കുട്ടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് വളർന്നു വലുതായി. അങ്ങനെ ഇവർ ഒരു പുതിയ വീട് വാങ്ങി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിന് മുൻപ് അവർ റെന്റിനായിട്ട് ഒരു
ഹോമിൽ താമസിച്ചിരുന്നു എല്ലാവരും കൂടെ തോന്നുന്നു. അതിനുശേഷമാണ് ഇവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് താമസിക്കുന്നു അവിടെ. ചാനലൊക്കെ വളരെ വളർന്നു, സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഉയർന്നു. ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവര് ബഷീർ വന്നിട്ട് കുറെ എതിർത്ത് നമ്മളെ ചീത്ത വിളിക്കുന്ന പോലെ കുറെ മറുപടി പറയും. സുഹാന വന്നിട്ട് എന്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറെ ചീത്ത പറയും. മഷൂറ വന്നിട്ട് കുറെ ചീത്ത പറയും. അതിന്റെ ഇടയിൽ മഷൂറ വീണ്ടും ഗർഭിണിയാവുന്നു. ആ സമയത്ത് സുഹാനയ്ക്ക് മഷൂറയുടെ അച്ഛനോ പാരന്റ്സ് അല്ലെങ്കിൽ വീട്ടുകാരെല്ലാവരും കൂടെ സുഹാനയ്ക്ക് വള സമ്മാനിക്കുന്നു. സുഹാന പൊട്ടിക്കരയുന്നു. അത് കഴിഞ്ഞിട്ട് ബഷീറിന് മഷൂറയിൽ കുട്ടി ഉണ്ടാവുന്നു. കുട്ടിയെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങുമ്പോൾ ആദ്യത്തെ ഭാര്യയായ സുഹാന പൊട്ടിക്കരയുന്നു. കണ്ടിട്ട് നമുക്ക് കോമഡി തോന്നുന്നു. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സാധിക്കും? ഇത് അഭിനയമാണോ അതോ അവര് ആരെങ്കിലും ഭയപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സുഹാന എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു സെൽഫ് റെസ്പെക്റ്റും ഇല്ല എന്ന് വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ സുഹാനയുടെ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ ഭർത്താവിനോട് പറയും നിങ്ങൾ ഈ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ പറയും. അതല്ല അയാൾ ആ ബന്ധം തുടരുന്നാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ തുടർന്നോളൂ, ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് കൂലിപ്പണി എടുത്തെങ്കിലും ജീവിക്കാന്ന് വിചാരിച്ചിട്ട് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരും. അതല്ലേ ഒരു അന്തസ്സ് എന്ന് പറയുന്ന കാര്യം. അതിനല്ലേ നമ്മൾ സെൽഫ് റെസ്പെക്ട് എന്ന് പറയാം. അല്ലാതെ ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ നിർത്തണം വെച്ചിട്ട് ഭർത്താവ് വേറെ കല്യാണം കഴിച്ചോട്ടെ, ആദ്യം കല്യാണം കഴിച്ചോട്ടെ, പിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ കരുതി ജീവിക്കുമോ? ആരും. ഞാനാണെങ്കിൽ ചെയ്യില്ല. എന്തായാലും സുഹാന നമ്മളിപ്പോൾ കാണുമ്പോൾ ഇവരൊക്കെ ഭയങ്കര പൊസിഷനിലുള്ള ആളുകളാണല്ലേ ഇപ്പോൾ. എന്നിട്ട് ഇത്രയും സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തൊരു കാര്യം ആ പെൺകുട്ടി ചെയ്യാണ്. ഭർത്താവിന്റെ ആ ഒരു ബന്ധത്തിനെ അംഗീകരിച്ചിട്ട് അത് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോട്ടെ വേറൊരു ഭാര്യയായിട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്വന്തം വീട്ടില് സ്വന്തം ഒരാളെ പോലെ എങ്ങനെ സഹിക്കുന്നു നമ്മൾ. ഇപ്പൊ സത്യത്തിൽ ഈ ചാനൽ വളരുന്നത് ഇവരോടുള്ള സ്നേഹം കൊണ്ട്. ഇപ്പൊ സുഹാനയോടൊരു പ്രത്യേക സ്നേഹം, മഷൂറേനോട് നമുക്ക് തോന്നുന്ന സ്നേഹം, ബഷീറിനോട് തോന്നുന്ന സ്നേഹം കൊണ്ട് ആളുകൾ ഈ ചാനൽ കാണുന്നു. അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ക്യൂരിയോസിറ്റിയാണ് ഇത് അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ വീട്ടിൽ എന്തായിരിക്കും നടക്കുന്നത്, അവരെങ്ങനെയായിരിക്കും ജീവിക്കുന്നത്. സത്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കും ആ ഭർത്താവ് രണ്ടാമതൊരു ഭാര്യയുടെ കൂടെ ഒരു റൂമിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ ഈ ആദ്യത്തെ ഭാര്യ എന്ത് ചിന്തിക്കും? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിലൂടെ അവരുടെ ഒരു ചാനലിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. പിന്നെ പ്രേക്ഷകർ ഇത് കാണുന്ന ആളുകൾ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇടും. മഷൂറയും കൊണ്ട് ടൂറ് പോകുന്നു, അല്ലെങ്കിൽ മഷൂറയുടെ കൂടെ എല്ലാവരും കൂടെ പോകുമ്പോൾ മഷൂറ കാറിന്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു, മഷൂറേനോടാണ് ബഷീറിന് കൂടുതൽ സ്നേഹം, സുഹാന എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി, ഇങ്ങനെ 100,000 കമന്റുകളും അഭിപ്രായങ്ങളും ഇതിന്റെ അടിയിൽ വന്നിട്ടൊന്നും ഇവർക്ക് യാതൊരു കുലുക്കവും ഇല്ല. കാരണം യൂട്യൂബിലൂടെ ഇവർക്ക് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. ഇത് കാണാൻ ഒരുപാട് പേരുണ്ട്. ആളുകൾക്ക് ഇത് എന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ സുഹാന ബഷീറും മഷൂറയും ടൂറ് പോയി, ഇനി ഇതെന്താ ഞാൻ പറയേണ്ടത്, സർപ്രൈസ് ആണോ എന്നൊക്കെ ഒരുമാതിരി പ്രത്യേക ഒരു ടോണിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമന്റ് ഇട്ടു. ഒരുപാട് ആളുകൾ സുഹാനയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. സുഹാനയ്ക്ക് എന്തൊരു ഗതിയാണ് ആ പെൺകുട്ടിയുടെ എന്ന് പറയുന്നു. ഒരു ഗതിയുടെയും കാര്യമില്ല. അന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബഷീർ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് എതിർക്കാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം പിന്നീട് എങ്ങനെ ജീവിക്കും എന്നുള്ള വിഷയം ഉണ്ടാവും. സാമ്പത്തികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ അവരുടെ അവസ്ഥ അതല്ല. അവർക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ, ഒരു മാസം ഒരു വീഡിയോ ഇട്ടാൽ പോലും അവർക്കൊരു മാസം കഴിഞ്ഞു പോകാനുള്ള ചെലവിനുള്ള കാശ് കിട്ടുന്നുള്ളതാണ്. എന്നിട്ട് പോലും അവർ ആ ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വേണ്ടാന്ന് വിചാരിച്ചു കൂടെ? ഈ കുട്ടികളെയൊക്കെ എങ്ങനെയൊക്കെ വളർത്താം? കുട്ടികൾ പഠിക്കും, വലുതാവും, ജോലി വാങ്ങും, പോവും. അങ്ങനെ ചിന്തിച്ചുകൂടെ? എന്തിനാണ് ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണേ നമ്മൾ ആലോചിച്ചു പോകും. ഇതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ശ്രേയ അയ്യർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിട്ട് ബഷീറിന് അടുപ്പുണ്ടായിരുന്നു എന്ന്. ഈ പെൺകുട്ടീനെ ഇതേപോലെ ഇവർ വീട്ടിൽ ഭാര്യയായിട്ട് തന്നെ താമസിപ്പിച്ചേക്കായിരുന്നു. ഇവർ 3 പേരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. സുഹാനയൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അത് പിന്നീട് എങ്ങനെയോ ഇല്ലാതെയായി എന്നാണ് ബഷീർ പറയുന്നത്. പക്ഷേ ഈ ശ്രേയ അയ്യർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിലും പല ഇന്റർവ്യൂകളിലും ഒക്കെ വന്നിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഉപദ്രവമായിരുന്നു. ആ പെൺകുട്ടിയുടെ ഒരു 20-21 വയസ്സുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് അത്ര ചിന്തിക്കാനുള്ള പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഒരുപാട് എതിർത്തതാണ്. അവര് ചിന്തയോടുകൂടെ ചെയ്ത കാര്യമൊന്നുമായിരുന്നില്ല. പക്ഷെ അതിൽ പെട്ടുപോയി. പിന്നീട് അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തു. ബഷീറല്ല, സുഹാനി ചെയ്തു. ഈ കുട്ടിയുടെ കാലൊക്കെ ഒടിക്കുക, തല്ലുക. ഈ കുട്ടീനെ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ച് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്ന് പോലും ഈ കുട്ടിക്ക് തിരിച്ചറിയാതെ, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയാതെ അത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവസാനം അത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയോ അതിന്റെ ഫാമിലിയുടെ അടുത്ത് തിരിച്ചെത്തി. പിന്നീട് ഇപ്പോൾ ഒരു നല്ല ലൈഫ് നയിക്കുന്നു. അങ്ങനെ പോവാണ്. അതിനെക്കുറിച്ച് ബഷീർ പറയുന്നത് അവൾ വളരെ മോശമായിരുന്നു, അവിടെ ലിവിങ് ടുഗദർ ആയിരുന്നു, ഇവിടെ അങ്ങനെയായിരുന്നു, വേറെ പയ്യന്മാരെ കൂടെ, അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യൻ പറയുമ്പോൾ ഇല്ലേ, ആ മനുഷ്യന് ക്വാളിറ്റി ഇല്ലേ, അതില്ലാത്ത കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ന്യായങ്ങൾ പറയണ്ടായി. എന്തായാലും ഇപ്പം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ കഷ്ടം തോന്നും. എന്തിനാണ് ഒരു ഭർത്താവിനെ അങ്ങനെ പങ്കുവെച്ചിട്ടൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ തോന്നും. അങ്ങനത്തെ ഒരു ഇതിപ്പോൾ അവരൊരു മതം, അവരുടെ മതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, 2 കെട്ടാം 4 കെട്ടാം എന്നൊക്കെ പറയും എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരുപാട് അങ്ങനെ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ ഒരു മതത്തിന്റെ ഒരു മറ ഉണ്ടെങ്കിലും അവർ ഒരുപാട് വിഷമിച്ചിട്ട് ജീവിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിപ്പോൾ ആദ്യത്തെ ഭാര്യ പറയും അവർക്ക് എന്നെ പോരാഞ്ഞിട്ടല്ലേ വേറൊരാളെ വിവാഹം കഴിച്ചതെന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ ഭാര്യ പറയും എത്രയാണെങ്കിലും ഒരു ആദ്യത്തെ ഭാര്യനോട് തന്നെ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇടയിലും ഒരുപാട് അതൃപ്തിയോടുകൂടെ തന്നെയാണ് ഈ 2ഉം 4ഉം. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ. നമ്മളൊരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പോസസീവായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ബന്ധമായിരിക്കും. അങ്ങനത്തെ ഒരു ബന്ധത്തിൽ വേറൊരാൾ വന്ന് താമസിക്കുന്നു, അതും ഒരു വേറെ വീട്ടിലാണെങ്കിൽ അത് ഓക്കെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും? അത്രയും ഹൃദയവിശാലതയുള്ള മനുഷ്യന്മാരാണോ ഇവരൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഈ ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതേപോലത്തെ വേറെ ഫാമിലി യൂട്യൂബിലുണ്ട്. മുൻപൊരു ട്രിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ടായിരുന്നു. ട്രിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും ഒക്കെ ഉള്ളൊരു ചാനൽ തന്നെയായിരുന്നു. അതിലും ഒരു ആള്, അയക്ക് 2 ഭാര്യമാര്. അയാളുടെ പേര് എന്തോ ഷെമിൻ എന്ന് പറഞ്ഞൊരു ആള്, ഷെമിൻ ഷാനാസോ അങ്ങനെ എന്തോ പറഞ്ഞൊരാള്. അദ്ദേഹത്തിന്റെ ഭാര്യ നൂറ, സാലിഹ എന്നൊക്കെ പറഞ്ഞ 2 ഭാര്യമാര്, കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കും. അവരും ഇതേപോലെ തന്നെ നല്ല വീട്, നല്ല സെറ്റപ്പ്. അവിടെ ഇദ്ദേഹം ഭർത്താവായിട്ടിരിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഭാര്യമാര് വന്നിട്ട് ഒരാൾ ചായ കൊടുക്കുമ്പോൾ ഒരാൾ ലഡു കൊടുക്കുന്നു, ഒരാൾ ബിരിയാണി കൊടുക്കുമ്പോൾ ഒരാൾ ചോറ് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ സ്നേഹിച്ചു പോകുന്ന ഒരു കുടുംബം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. എന്താണ് ഇവർക്കൊന്നും തലേൻ്റെ ഉള്ളിൽ ഇപ്പോഴും വെളിച്ചം കയറിയിട്ടില്ലേ എന്ന് വിചാരിച്ചു പോകുന്ന പോലത്തെ ഒരു ബന്ധം. അപ്പൊ അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് പോവായിരുന്നു. പിറന്നാൾ കഴിക്കുന്നു, ആഘോഷിക്കുന്നു, 2 പേരും കൂടെ ഭർത്താവിന്റെ കൂടെ ടൂറ് പോകുന്നു, 2 പേരും ഭർത്താവിനെ പുകഴ്ത്തുന്നു, 2 പേരുടെയും സാന്നിധ്യത്തിൽ ഭർത്താവ് 2 ലവ് സ്റ്റോറിയും പറയുന്നു. ഒരാളെ ലവ് ചെയ്ത് പ്രണയിച്ച് വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരാളെ പോയിട്ട് ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഒരു ചളിപ്പ് എന്ന് പറയില്ലേ നമ്മൾ, ആ സാധനം പോലും ഇവർക്ക് ഇല്ലേ? അത് കാണുന്ന സ്വന്തം ആദ്യത്തെ ഭാര്യ ഇത് കാണുന്നുള്ളൊരു ചിന്ത ഇവർക്കില്ലേ? അല്ലെങ്കിൽ നാട്ടുകാർ ഇത് കാണുന്നുള്ള ചിന്ത ഇവർക്കില്ലേ? ഒന്നുമില്ല. അവർ 2ാമത് വിവാഹം കഴിച്ചിട്ട് അവരും ഇതേപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ ഇടയ്ക്ക് അവരുടെ ചാനൽ പോയി നോക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവരെ യൂട്യൂബിൽ കാണുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിൽ ഒന്നും അവർ അപ്ഡേറ്റ് ചെയ്ത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും അവർ അടിച്ചു പിരിയാനുള്ളൊരു സാധ്യത ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നീട് വ്ളോഗൊന്നും ഇടാതിരുന്നത്. അത്യാവശ്യം നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന വ്ളോഗാണ്. അവരുടെ ചാനലിലെ കണ്ടന്റുകളൊക്കെ അവരിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു ചെറിയ ചാനൽ അതേ പേര് തന്നെ എന്തോ ട്രിപ്പിൾ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ചാനലുണ്ട്. അതിലിപ്പോഴും അവരുടെ കുറേ വീഡിയോസ് കിടക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ പിറന്നാൾ ആഘോഷിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോ, ഭാര്യയും ഭർത്താവും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി. ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ ഇത് ഭയങ്കര ഒരു സുഖമുള്ള പരിപാടിയാണ്. കാരണം ഒരു ഭാര്യയ്ക്ക് വയ്യെങ്കിലും വേറൊരു ഭാര്യ ഉണ്ട്, ഒരു ഭാര്യയ്ക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ വയ്യെങ്കിലും വേറൊരു ഭാര്യ കുക്ക് ചെയ്ത് തരും, ഒരാൾക്ക് ഒരു മുട്ടും വരില്ല, ഒരാളില്ലെങ്കിൽ ഒരാളുണ്ട്. നല്ലൊരു കൺസെപ്റ്റ് ആണല്ലേ. എന്തായാലും കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നുന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് അവര് ഈ സുഹാന വേറെ ചിന്തിക്കുന്നോ, സുഹാനയ്ക്ക് ബോധോദയം വരുന്നോ, സുഹാനയ്ക്ക് സെൽഫ് റെസ്പെക്റ്റ് വരുന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അവരെപ്പോഴും നമ്മളെ ചിലപ്പോൾ തെറി വിളിക്കുന്നല്ലാതെ ഈ കമന്റ് ഇടുന്നവരൊക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കമന്റ് കളയും. അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നവരൊക്കെ തിരിച്ച് വേറൊരു വീഡിയോയിൽ അവർ ചീത്ത വിളിക്കുന്നല്ലാതെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം അവർ ഇന്ന് വരെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനിക്കില്ലേ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ബന്ധം എന്നെങ്കിലും വിചാരിക്കില്ലേ? കുട്ടികളെ വിചാരിച്ച് ജീവിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുട്ടികളെ വിചാരിച്ച് എന്തിനു ജീവിക്കണം? കുട്ടികൾക്ക് എന്താ സ്വന്തമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുമ്പോൾ അവർ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജീവിതം നേടി പോവില്ലേ? ഇങ്ങനെ തിരിച്ച് ചിന്തിച്ചു നോക്കുക. ഇപ്പം ഈ ഭാര്യമാരിൽ ഒരാൾക്കാണ് വേറൊരു വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഈ ഭർത്താവായ ബഷീർ ഇതിന് സമ്മതിക്കൂ? എൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ട് നീ താമസിച്ചോ, സുഹാനിയും ഭർത്താവും കൂടെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിച്ചോട്ടെ എന്ന് ഈ ബഷീർ പറയൂ? ഇല്ല. അങ്ങനത്തെ ഒരു എന്തോ ഒരു ചിന്ത ഉള്ള ഒരു വിവാഹബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അത് വേണ്ട. അവർക്കൊരു മകളുണ്ട്. ഈ സുഹാനയ്ക്കും ബഷീറിനും കൂടി ഒരു മകളുണ്ട്. ആ മകളെ അവർ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ വേറൊരു പെണ്ണിയും കൂടെ വിവാഹം കഴിച്ചിട്ട് ഈ സുഹാനെ ഇവരുടെ മകളുടെ സപത്നിയായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുമോ? നമ്മൾ നെഞ്ചു പടഞ്ഞു പോവില്ലേ? മാതാപിതാക്കളാണെങ്കിൽ സ്വന്തം മകള് വേറെ, ഭർത്താവിന് വേറൊരു ഭാര്യ, എന്നിട്ട് 2 പേരും കൂടെ ഒരു വീട്ടിൽ ഷെയർ ചെയ്ത് താമസിക്കും. ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? എന്തായാലും അങ്ങനെയാണ് ആ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പോവോ എന്തോന്നും അറിയില്ല. ഇപ്പൊ സത്യത്തിൽ ഇത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും ഒരു പോളിഷ് ചെയ്ത് ഈ ബന്ധം കൊണ്ടു നടക്കുന്നുണ്ടാവുക. സോഷ്യൽ മീഡിയ ഇല്ല, ആരും ഇത് കാണുന്നില്ല വെച്ചാൽ അവർക്ക് എന്നേയും അടുത്തിട്ട് അവർ ഈ ബന്ധമൊക്കെ വിട്ടെറിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാശും പണവും ഒക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് മോശമായിട്ടുള്ള കമന്റുകൾ അതിൻ്റെ ഇടയിൽ വരും. കാശ് കണ്ടിട്ടാണ് ഈ സുഹാന നിൽക്കുന്നത്, കാശില്ലെങ്കിൽ എന്നേ പോയേനെ, അല്ലെങ്കിൽ ഈ അവൾക്ക് കുറച്ച് സ്വർണവും കുറച്ച് തുണിയും കിട്ടിയാൽ മതി, അതുകൊണ്ട് അവളവിടെ സഹിച്ച് നിന്നോളും. എന്നിട്ട് മഷൂറയ്ക്കും ബഷീറിനും
ബഷീറിനും അടിച്ചു പൊളിച്ച് നടക്കാലോ. ഇത്രയും തറ നിലവാരത്തിലുള്ള കമന്റുകൾ കണ്ടിട്ട് പോലും അവർക്കൊരു സ്വന്തമായിട്ട് ഒരു അഭിമാനക്കുറവ് തോന്നുന്നില്ലല്ലോ എന്ന് ഓർത്തു പോവാണ്. ഇത്രയും ഒരു അഭിമാനം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടായിരിക്കും. ചിലപ്പോൾ അത് അവര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞങ്ങളെ മതം ഇങ്ങനെ പറയുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതൊരു സാധാരണ സംഭവമാണെന്നോ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ സുഹാനേനെ പോലെ ഒരു പെൺകുട്ടി അവരുടെ ഒരു നല്ല പ്രായം വരെ അവര് വേറൊരു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഒരു മതത്തിനെ അന്ധമായിട്ട് വിശ്വസിച്ച് അതിന്റെ ഒരു കസ്റ്റം പിന്തുടരുന്ന കാര്യം അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ടും ആ കുട്ടി എന്താണ് അങ്ങനെ നിൽക്കുന്നതെന്ന് എന്തായാലും അറിയില്ല. എന്തായാലും ഇതൊരു ചർച്ചയാവേണ്ട, പൊതുവേ ഇത് ചർച്ചയാവേണ്ട സംഭവമാണിത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിന്തിക്കുക, എന്തിനാണ് ഈ രണ്ട് കുടുംബം ഒരേ സമയത്ത് കൊണ്ടുപോകുന്നത്? എന്തിനാണ് എന്തായാലും ഒരാൾ വിഷമിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ മഷൂറിയാണെങ്കിലും ആ പ്രായത്തിൽ പറ്റിപ്പോയതായിരിക്കും ഇങ്ങനെ ഒരു ബന്ധത്തിൽ വന്ന് ചാടുന്നത്. പിന്നീട് ഈ രണ്ട് ഭാര്യകളിൽ ഒരു ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴൊക്കെ ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കണം. ബഷീറിന് ഇതിൽ ആരോടായിരിക്കും സ്നേഹം എന്ന് എനിക്കറിയില്ല. ബഷീർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. പണ്ട് ഈ കിസ് ഓഫ് ലവ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഈ സുഹാനിയും ബഷീറും പിന്നെ അവരുടെ ആ രണ്ടാമത്തെ ഭാര്യ ശ്രേയ അയ്യരും ഇവർ മൂന്ന് പേരും കൂടെ കിസ് ഓഫ് ലവിന്റെ ജാഥയുടെ മുന്നിലൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ശ്രദ്ധ കിട്ടുക എന്നുള്ള ഒരു കാര്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് തോന്നുന്നു. അവരുടെ കുടുംബമാണ്, നമ്മൾ ഈ അഭിപ്രായം പറയുന്നതിലൊന്നും കാര്യമില്ല. എന്നാലും ഇത് നമ്മൾ ഈ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണുന്ന ഒരു സങ്കടകരമായ കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവർക്കും നന്ദി.